യൂട്യൂബിൽ ഇനി സീറോ വ്യൂസ് എന്നുള്ള ഒരു പ്രോബ്ലം വരില്ല. അതായത് ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനൽ ഏതൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുള്ളത് യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞുതരും. ഈ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊരു യൂട്യൂബർക്കും നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ചാനലിൽ ഒരുപാട് വ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫീച്ചർ വന്നപ്പോൾ തന്നെ പല ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ആ ഫീച്ചർ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ ഫീച്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനൽ ഈ ഫീച്ചറിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് വ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഫീച്ചറിനെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ നോക്കാം. ഈ ഒരു ടൂള് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളൊരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനൽ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഡെസ്ക്ടോപ്പ് മോഡിൽ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ അനലറ്റിക്സ് ഉണ്ടല്ലോ, ഈ അനലറ്റിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ അനലറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഓവർവ്യൂ, റീച്ച്, എൻഗേജ്മെൻറ്റ്, ഓഡിയൻസ്, അതുപോലെ റിസർച്ച് എന്നുള്ള ഒരു ടാബ് ലഭിക്കും. ഈ റിസർച്ച് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസർച്ച് എന്നുള്ള ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്. ഈ ഒരു ഓപ്ഷനെ കുറിച്ചും ഈ ഒരു ടൂളിനെ കുറിച്ചും നമ്മൾ മലയാളത്തിൽ തന്നെ 1-2 വീഡിയോസൊക്കെ കണ്ടു. ആ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ആ വീഡിയോസ് കണ്ടിട്ടും തന്നെയാണ് ഞാൻ ഈ വീഡിയോ. നമ്മളെപ്പോലെയുള്ള മൊബൈലിലൂടെ പുതിയ ചാനലുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, മൊബൈലിലൂടെ വീഡിയോ ചെയ്തിട്ട് വ്യൂസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ റിസർച്ച് ടാബിനെ ശരിക്കും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു നോർമലായിട്ടുള്ള ഒരു റിസർച്ച് ടൂൾ വന്നു, ആ ടൂള് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഇതിലൂടെ പറയുന്നത്. നേരെ മറിച്ച് എല്ലാവർക്കും കാണുന്നത് ഇതുപോലെ കാണുന്നുണ്ട് എന്നുള്ളതല്ല കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഈ റിസർച്ച് ടൂളിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ യുവർ വ്യൂവേഴ്സ് സെർച്ച് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബർ ആണോ ഉള്ളത് അത്രയും സബ്സ്ക്രൈബേഴ്സ് വാച്ച് ചെയ്യുന്ന വീഡിയോസാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് നമ്മളിത് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടിയിൽ കാണിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ടിപ്സിൻ്റെ ചാനലാണ്. ഈ ചാനലിൽ മെഹന്തി ഡിസൈൻ, അതുപോലെ ഗെയിമിംഗ്, ഡാൻസ്, JCB, കാറ്, അത്തരത്തിലുള്ള സ്മൈല്, ഇത്തരത്തിലുള്ള കീവേഡ്സാണ് കാണിക്കുന്നത്. ഈ കീവേഡിലൊന്നും ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കിട്ടില്ല. അതായത് നമ്മുടെ യൂട്യൂബിൽ ഓൾ സെർച്ചേഴ്സ്, ഇന്ത്യയിൽ ഓളായിട്ട് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഹൈ സെർച്ച് വോളിയം ഉള്ള കീവേഡ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇതൊരു പുതിയ ചാനൽ തുടങ്ങിയാലും അതുപോലെ തന്നെ ഇന്ന് ചാനൽ തുടങ്ങി നാളെ നോക്കിയാലും ഈ വാക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുക. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ചാനലാണെങ്കിലും ഈ കീവേഡുകൾ തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കീവേഡ്സ്, അതായത് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂസ് കിട്ടുന്ന കീവേഡുകളെ നമ്മൾ കണ്ടെത്തണം. ഇതിനു വേണ്ടിയാണ് സെർച്ച് എക്രോസ് യൂട്യൂബ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ നിങ്ങളൊരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കാണിക്കാം. അതായത് എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബർ എന്നുള്ള ഒരു ടോപ്പിക്കിലാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബർ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ സെർച്ച് എന്ന് കൊടുക്കും. ഇങ്ങനെ സെർച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടെ തൊട്ടടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് സബ്സ്ക്രൈബർ കേസബനായ, അതായത് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത കാരണം തന്നെ നമുക്ക് ഹിന്ദിയിലുള്ള കീവേഡ്സുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ലൈവ് സബ്സ്ക്രൈബർ കൗണ്ട്, ഇതിൻ്റെയൊക്കെ സെർച്ച് വോളിയം ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പോയിന്റ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ സെർച്ച് വോളിയം ഇവിടെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് റൈറ്റ് സൈഡിലായിട്ട്. മിക്ക വീഡിയോകളുടെയും സെർച്ച് വോളിയം ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ സെർച്ച് വോളിയം ഹൈ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വീഡിയോസാണ്. നേരെ മറിച്ച് നമ്മളൊരു പുതിയ ചാനലാണെങ്കിൽ ഇത്തരം സെർച്ച് വോളിയം ഹൈ ആയിട്ടുള്ള കീവേഡുകളിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ടാബ് നോക്കാം. സെക്കൻഡ് ടാബിലേക്ക്, അതായത് ഇവിടെ അടിയിലേക്ക് നമുക്ക് ടാബ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സെക്കൻഡ് ടാബ് ആക്കി. അപ്പോൾ സെക്കൻഡ് ടാബ് ആക്കി കഴിഞ്ഞാൽ ഈ ഹൈ അല്ലാതെ മീഡിയം ആയിട്ടുള്ള കീവേഡ്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഹൗ ടു ഹൈഡ് സബ്സ്ക്രൈബർ എന്നുള്ള ഒരു കീവേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ടോപ്പിക്കിലൊക്കെ നമുക്ക് വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൗ ടു ഇൻക്രീസ് സബ്സ്ക്രൈബർ, ഇതൊക്കെ മീഡിയം ആണ്. ഇതിൽ ലോ കോമ്പറ്റീഷൻ കീവേഡ്സുകൾ കാണിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ടോപ്പിക്ക് തന്നെ മാറ്റി, അതായത് ഞാൻ വേറൊരു ടോപ്പിക്ക് ഞാനിവിടെ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഐ ക്വിറ്റ് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യണം. അതായത് ഇപ്പോൾ യൂട്യൂബുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്
ഈ വീഡിയോ കാണിക്കും. അപ്പോൾ ഐ ക്വിറ്റ് യൂട്യൂബ് എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓൾ സെർച്ചേഴ്സിൽ ഇന്ത്യ എന്നുള്ളതിൽ ഇംഗ്ലീഷിൽ ഉള്ള കീവേഡുകളിൽ നമുക്ക് ക്വിറ്റ് യൂട്യൂബ് എന്നുള്ളതും അതുപോലെ ഹൗ ടു ക്വിറ്റ് യൂട്യൂബ് അഡിക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് വൈ ഐ ക്വിറ്റ് യൂട്യൂബ്, ഇത്തരത്തിൽ പല കീവേഡുകളും ലോ കോമ്പറ്റീഷനിൽ കാണാൻ സാധിക്കും. ഈ ലോ കോമ്പറ്റീഷൻ കീവേഡുകളെ നമുക്ക് ഇവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ സേവ്ഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമുക്ക് ആ കീവേഡ് ഏത് സമയത്തും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഈ കീവേഡിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കും. ഈ ഫീച്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയല്ലോ. ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറയണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.